ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടുമിക്ക യൂട്യൂബേഴ്സും വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മിസ്ലീഡിംഗ് തംബ്നെയിൽസ്. ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇടാറില്ല. ഞാൻ മുമ്പ് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഒരു പട്ടിയും കണ്ടിട്ടുമില്ല. ഓക്കെ, ഞാൻ പോലും കാണാറില്ല ഒന്നും. ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ക്രിഞ്ചാണ് അതൊക്കെ. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ആക്ച്വലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലൈഫ് ഓഫ് അനന്ത് ഇട്ടേക്കുന്നത്. പിന്നെ ഏതൊക്കെയോ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഒരു റിയാക്ഷൻ ചാനലായി മാറിയതാണ് ഗൈസ്. എങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എത്തിയെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, നീ ലൈഫ് ഓഫ് അനന്ത് ഒന്ന് പേരിട്ടിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റിയാണല്ലോ നീ സംസാരിക്കുന്നതെന്ന്. സോറി ബ്രോ, ഞാൻ അറിഞ്ഞില്ല ഞാൻ അങ്ങനെ ഒരു പേരിടുന്ന സമയത്ത് ഇത് ഇങ്ങനായി തീരുമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പറഞ്ഞു വന്നത് മിസ്ലീഡിംഗ് തംബ്നെയിൽസ്. ഈ പുള്ളിക്കാരത്തിയെ എല്ലാവർക്കും അറിയായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്ക് മേ ബി അറിയായിരിക്കും. ശ്രീവിദ്യ മുല്ലച്ചേരി എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്. ഇവരെ ഞാൻ കാണുന്നത് ഫ്ലവേഴ്സിനകത്ത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ്. അതിനകത്ത് ഭയങ്കര ഫണ്ണായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടുകയും അങ്ങനെ ഭയങ്കര ഒരു രസമുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് പുള്ളിക്കാരത്തിയെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അതുപോലെ നമ്മൾ പ്രാങ്ക് ചെയ്യുന്ന അനൂപ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവരെ പ്രാങ്ക് ചെയ്ത് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിനകത്തൊക്കെ നമുക്ക് മനസ്സിലാവും ഭയങ്കര നിഷ്കളങ്കമായ ഒരു വ്യക്തിയാണെന്ന് അത് കാണുമ്പോൾ പിടികിട്ടും. പക്ഷേ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ശ്രീവിദ്യ മുല്ലച്ചേരി എന്നാണ് യൂട്യൂബ് ചാനൽ. ഏകദേശം 523K 5,23,000 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി സാധനം ഇട്ടിട്ട്. വീഡിയോയുടെ തംബ്നെയിൽ ഇതാണ് ഗൈസ്. ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല, കാരണം ഇതാണ്. ഹെഡിങ്ങും ഇതാണ്, ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല, കാരണം ഇതാണ്. ഈ നന്ദു എന്ന് പറയുന്നത് പുള്ളിക്കാരത്തിന്റെ വൈഫാണ്, സോറി ഹസ്ബൻഡാണ്. ഇവരുടെ കല്യാണം റീസെന്റ് ആയിട്ടാണ് നടന്നത്. അപ്പം ഇങ്ങനെ ഒരു തംബ്നെയിലും ഇങ്ങനെ ഒരു വീഡിയോയും വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? അയ്യോ, ഇവര് ഇന്നലെ കല്യാണം കൊണ്ട് കഴിച്ചുള്ള അതിൻ്റെ ഇടയിൽ അടിച്ച് പിരിഞ്ഞോടെ. മാത്രമല്ല കൊച്ചിരിക്കുന്ന ഇരുത്ത് നോക്കിയാണ്ട് കരയാറായെന്ന് ഇരിക്കുന്നതിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആരായാലും വിചാരിക്കും ഈശ്വര ഇവർ അടിച്ച് പിരിഞ്ഞോന്ന്. സോ എന്താണെങ്കിലും ആൾക്കാരെ കുത്തി നോക്കും. ഇവർ ബാക്കിയുള്ളവരുടെ ജീവിതം അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ നല്ല താല്പര്യമായിട്ട് നമ്മൾ കുത്തി നോക്കും. ഞാനും കുത്തി നോക്കി ഗൈസ്. അപ്പം കുത്തി നോക്കിയ സമയത്ത് ആദ്യം കണ്ട് ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇൻട്രോ ആണ് കേട്ടോ പ്ലേ ചെയ്യാൻ പോകുന്ന ഇൻട്രോ. തംബ്നെയിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്. അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. ഇത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വീഡിയോ ഇങ്ങനെയാണ് തുടങ്ങുന്നത് കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ അത് ശരിയാണ്. അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടതല്ല. ഞാനും നന്ദു ഇപ്പോ ഒരുമിച്ചല്ല. ഞാൻ ഉറപ്പിച്ച് ഗൈസ്, ഇവരടിച്ച് പിരിഞ്ഞ് ഞാൻ ഉറപ്പിച്ച്. അങ്ങനെ വളരെ ദുഃഖത്തോടു കൂടി ഞാൻ പിന്നെയും ആ വീഡിയോ കാണുകയാണ് ഗൈസ്. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അങ്ങ് പിരിയുക? ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ നമുക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ നല്ലൊരു കപ്പിൾസ് ആയിരുന്നു. ഇങ്ങനൊന്നും വരാൻ പാടില്ലായിരുന്നു. നമുക്ക് വിഷമമുണ്ട്. പോട്ടെ, കുഴപ്പമില്ല. ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. അവരുടെ കല്യാണം കണ്ട അധികം നാളൊന്നും ആയില്ല. ആ സമയത്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും ഇനി? പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ ധൈര്യമായിട്ടിരി മോളെ, ധൈര്യമായിട്ടിരി. ഈ നേരവും കടന്നു പോകും. അല്ല ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കരിയർ ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ട്, അവർക്കറിയാം. ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് നാളായി, സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. ഇതാണ് സത്യം. നമ്മൾ ഉദ്ദേശിച്ചില്ല എന്തിനും. എന്താണെങ്കിൽ ഇവര് സെപ്പറേറ്റഡ് ആണ്. നല്ല വിഷമമൊക്കെ ഉണ്ടെന്നൊക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോക്കകത്ത് നിന്ന് മനസ്സിലായി. വല്ലാത്ത വിഷമം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിയൂടെ കാണാം. ഇതേ വിഷമാണ് നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ. എന്തോന്ന് ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന വിഷമമാണോ ഗൈസ് മൂക്കുരു ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇതേ വിഷമമാണ് മറ്റേ ആക്നി സ്പോട്ടും മൗണ്ടൻ ഡ്യൂ ഒക്കെ വരുമ്പോ ഉണ്ടാവുന്നതെന്നൊക്കെയാണ് എന്റെ പൊന്നി കൊച്ചെന്ന് പറയുന്നത്. എന്തോ കിളി പോയോ? അല്ല, ഈ മൂക്കുരുവിന്റെ ഒക്കെ കാര്യം ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യകത എന്താണ്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാര്യം പറയാൻ വന്നാൽ കാര്യം പറയണ്ടെങ്കിൽ പോയപ്പോരി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. യെസ്, ഞാൻ ആടക്കുന്ന വലിച്ച് ഇവര് പിരിയുന്ന കാണാൻ വന്ന് നമ്മളിപ്പോ ആരായി? അതിന്റെ ഇടയിൽ കൂടെ പരസ്യം കുത്തിക്കയറ്റി പ്രൊമോഷൻ. ഇങ്ങനെ ഒരു തമ്പനയിലും എടുത്ത് വെച്ചിട്ട് കണ്ട് അതിനകത്ത് പരസ്യം കുത്തിക്കയറ്റി. ലേശ ഉളുപ്പുണ്ട്. എന്തിനാണ് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്തോ കാര്യം? ഇത് അല്ലാത്ത വല്ല കണ്ടന്റ് വരുന്നത് പിന്നെയും കുഴപ്പമില്ല. ഇത് രണ്ടുപേരുടെ ജീവിതത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്ന ഒരു മൊമെന്റ്. അതിനെ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ കൊച്ചേ? ഇത് തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എനിക്കത് മനസ്സിലാവാത്ത. അതും പോരാഞ്ഞിട്ട് ആ വീഡിയോ
വീഡിയോയ്ക്കകത്ത് ആ വിഷമം പോലാണ് ഈ വിഷമം എന്നും പറഞ്ഞിട്ട് മൂക്കുരുവിന്റെ പ്രൊമോഷൻ ചെന്ന് കയറിക്കൊടും. വല്ലാത്ത ജാതി തന്നെ കേട്ടോ, വല്ലാത്ത ജാതി തന്നെ. ഇതെങ്ങനെ സാധിക്കുന്നു മകളെ നിനക്ക്? ബാക്കി കാണാം ഗൈസ്. ഇവരിനി പിരിയാനുള്ള യഥാർത്ഥ റീസൺ എന്താന്ന് ഈ പറയുന്നുണ്ട്, അത് ഇതിനേക്കാളും വലിയ കോമഡിയാണ്, അതോടെ കാണാം. സോ എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ രണ്ട് ഭാഗത്ത് നിൽക്കണേ എന്ന് ചോദിച്ചാൽ, രണ്ട് സ്ഥലത്ത് ഇനിയാണ് പറയുന്നത്. പരസ്യം എല്ലാം പറഞ്ഞ് കഴിഞ്ഞ്, പ്രൊമോഷന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴും നമുക്ക് കാര്യം മനസ്സിലായിട്ടില്ല ഇവർ എന്തുകൊണ്ട് പിരിഞ്ഞു നിൽക്കുന്നു എന്ന്. നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല. അത് നമ്മൾ പോലും വിചാരിക്കാണ്ട് നമ്മുടെ രണ്ട് ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ, അല്ലെങ്കിൽ ഒരു കരിയർ ബേസ് പ്ലാൻ എന്നൊക്കെ പറയണ പോലെ പറ്റിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ്, ഫിസിക്കൽ സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാസർഗോഡാണ്. ആൻഡ് കറ്റർ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്. നന്ദിയുണ്ട്. അടുത്ത പ്രൊമോഷൻ ഇത് പിന്നെ സ്വന്തം ബ്രാൻഡിന്റെ സ്വന്തം ചാനലിൽ കൂടെ പ്രൊമോഷൻ എന്നുള്ള ഒരു രീതിയെങ്കിലും നമുക്ക് ആശ്വസിക്കാം. കൂടുതൽ ഞാൻ കാണിച്ച് നിങ്ങളെ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ഇവരൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി, അത് കാസർഗോഡാണ്, അതിന്റെ പേരാണ് നേരത്തെ കാണിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി, അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് പോയേക്കുന്നത്. അങ്ങനെ കാസർഗോഡിലെ ഈ കാര്യങ്ങൾ നോക്കാൻ ഈ ശ്രീവതിയുടെയും ഹസ്ബൻഡ് ട്രിവാൻഡ്രത്തുമാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. അതാണ് ഇവർ ഉദ്ദേശിച്ച സെപ്പറേഷൻ. മനസ്സിലായോ? അല്ലാതെ തമ്പനയിനകത്ത് നാട്ടുകാരെ പറ്റിക്കാൻ വെച്ചേക്കുന്നതിന് മറ്റേ അതല്ലടേ, നിങ്ങൾ ആരും പേടിക്കണ്ട, അതല്ല. എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയില്ലേ ശ്രീവിദ്യ? വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു തമ്പനയിൽ അടിച്ചു കൊടുത്ത്, അതും നിങ്ങളുടെ ലൈഫ് വെച്ച് തന്നെ ഒരു തമ്പനയിൽ അടിച്ചത് വളരെ മോശമായി എന്ന് ഞാൻ പറയും. അത് കമന്റ് ബോക്സ് വായിച്ചപ്പോൾ ശ്രീവിദ്യക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവരുടെ കമന്റ് ബോക്സ് കൂടെ ഒന്ന് വായിച്ചു നോക്കാം. കമന്റ് ബോക്സ് തുറന്നപ്പോൾ ഒരു സർപ്രൈസ് സാധനം പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, പൊങ്കാല ഇട്ടിട്ടുണ്ട്. ആൾക്കാർ വന്ന് പൊങ്കാല ഇടുന്നത് മനസ്സിലായി, അതുകൊണ്ടാണ് ഒരു കമന്റ് പുള്ളിക്കാരത്തി തന്നെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഹായ് എവ്രി വൺ, ഐ ഹാവ് സീൻ ഓൾ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻ അബൌട്ട് മൈ ലാസ്റ്റ് കോണ്ടന്റ്. ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട്. ഐ വിൽ ബി ഷെയർ ആൻ എക്സ്പ്ലനേഷൻ വീഡിയോ സൂൺ ടു ക്ലിയർ തിങ്സ് അപ്പ്. സ്റ്റേ ട്യൂൺഡ്. അപ്പം എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മാത്രമല്ല കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കട്ട നെഗറ്റീവ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരത്തി 4 hours ago ആണ് ഈ ഒരു കമന്റ് ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ 3:23 ആയിട്ടുണ്ട്. അന്നേരം 4 മണിക്ക് ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ പിൻ ചെയ്ത് വെച്ചതാണ്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ബാക്കി കമന്റ്സ് കൂടെ കണ്ടിട്ട് പോവാം. ഡോണ്ട് യു ഹാവ് എനി ഷെയിം ടു പോസ്റ്റ് വീഡിയോ വിത്ത് പത്തറ്റിക് തംബ്നെയിൽ ആൻഡ് ക്യാപ്ഷൻ. യു ഈവൻ പുട്ട് ദ ഹാഷ്ടാഗ് ബ്രേക്കപ്പ് സോ ബാഡ് ബിഹേവിയർ. വളരെ വളരെ കറക്റ്റ് കാര്യം. ഹാഷ്ടാഗും കൊടുത്താ? ഹാഷ്ടാഗ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ട് പുള്ളിക്കാരത്തി കളഞ്ഞു കാണും. അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ? 66 പേര് അൺസബ്സ്ക്രൈബ് പോയിട്ടുണ്ട്, 66 ലൈക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും വായിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ എത്രയും വേഗം തമ്പനയിൽ സത്യമാകട്ടെ. എന്റെ പൊന്നെ, വല്ല കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് കേൾക്കേണ്ടത്? വ്യൂസ് കൂട്ടാനാണോ ഇതുപോലെ ചീപ്പ് ക്യാപ്ഷൻ? വളരെ വളരെ മോശം. അതാണ് സ്വന്തം ജീവിതം വെച്ചുകൊണ്ട് ഇങ്ങനെ ക്യാപ്ഷൻ ഉണ്ടാക്കില്ല. അത് ഭയങ്കര ബോർ പരിപാടി കേട്ടോ, സീരിയസ്ലി ഭയങ്കര ബോർ പരിപാടിയാണ്. ചില സമയം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് അറം പറ്റിപ്പോന്ന് പറയത്തില്ലേ, അതുപോലെ ആയിപ്പോവും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു കോമഡി ആക്കി മാറ്റരുത്. പെട്ടെന്ന് പിരിഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റട്ടെ. 105 പേരാണ് ലൈക്ക് ഇട്ടേക്കുന്നത്. സോ അത്രയും നെഗറ്റീവ് ഈ വീഡിയോ അടി കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ വന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നത്. യു വാണ്ട് മോർ വ്യൂസ്, ഡോണ്ട് ഡു ദിസ് കൈൻഡ് ഓഫ് തംബ്നെയിൽസ്. ഇഫ് യു ഡു ദിസ് കൈൻഡ് ഓഫ് ചീറ്റിംഗ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. അധികം അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട, ആൾക്കാരെ പറ്റിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. എല്ലാത്തിനും എല്ലാ കമന്റും വായിച്ചാണ്ട് ഇവിടെ ലൈക്ക് അടിക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ. വേഗം അങ്ങനെ ആയി കൊടുക്കണേ ദൈവമേ. ചീപ്പ് ആണ് കേട്ടോ തംബ്നെയിൽ. ജീവിതം വിറ്റ് വ്യൂസ് കൂട്ടണോ? സെയിം. എല്ലാവരും ചോദിക്കണ ഈ സെയിം ക്വസ്റ്റ്യൻ ആണ്. വളരെ 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 മോശം എന്നേ പറയാനുള്ളൂ. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരുടെയും പ്രൈമറി സാധനം വ്യൂവർഷിപ്പ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല, ഇൻക്ലൂഡിങ് മീ. നമ്മൾ മിസ്ലീഡിങ് തംബ്നെയിൽസ് ഇടാം, പക്ഷേ സ്വന്തം ജീവിതം വെച്ച് ഇങ്ങനെ കാണിക്കരുത്. അത് നേരത്തെ പറഞ്ഞ പോലെ അറം പറ്റിപ്പോകും ചിലപ്പോൾ. സീരിയസ്ലി ഒരൊറ്റ പോസിറ്റീവ് കമന്റ് ഇല്ല കേട്ടോ, കംപ്ലീറ്റ് നെഗറ്റീവ് കമന്റ്. നിങ്ങളെ സപ്പോർട്ട് എന്നാലും മനസ്സിലായി കാണുമല്ലോ. ആളുകളെ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്തോളൂ. ഈ വീഡിയോ ചിലപ്പോൾ റീച്ച് ആയി പോകുമായിരിക്കും, പക്ഷേ ഇങ്ങനെ നാണം കെട്ടുണ്ടാക്കുന്ന റീച്ച് ഇല്ലാതിരിക്കും നല്ലത്. ഉള്ള കാര്യം പറയാമല്ലോ. അതിന്റെ കൂടെ പ്രൊമോഷന്. അത് പ്രൊമോഷൻ എങ്ങനെയാണ്? ഇതേ വേദനയാണ് നമുക്ക് മുഖത്ത് മൂക്കുരു വരിപ്പോ. വല്ലാത്ത ആരുടെ തന്നെ ഡയലോഗ് എനിക്ക് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു കൂതറ സ്ക്രിപ്റ്റ് ആയിപ്പോയി കേട്ടോ, സീരിയസ്ലി കൂതറ സ്ക്രിപ്റ്റ് ആയിപ്പോയി. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മിസ്ലീഡിങ് തംബ്നെയിൽ എഴുതി വെച്ചിട്ട് വീഡിയോക്കകത്ത് വന്നിട്ട് പറയും ഞാൻ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്. ചിലപ്പം അങ്ങനെ ഒന്ന് പറയും. പക്ഷെ ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? തംബ്നെയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ്
കറക്റ്റ് ആണ്, ഞങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്റെ പൊന്നെ, എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കിനത് കൂടുതലൊന്നും പറയില്ല. മിക്കവാറും നാളെ പുള്ളിക്കാരത്തെ ഒരു വീഡിയോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചാനലിന്റെ റീച്ച് ഇതോടെ കൂടി കൂടും കേട്ടോ, വളരെ നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഒന്നും പറയില്ല. അപ്പൊ ശരിയെങ്കിൽ